ഇന്നലെ ദേവദാസൻ പറഞ്ഞു, കഷ്ടതകൾ അല്ലെങ്കിൽ ശോധനകൾ ദൈവം തരുന്നതാണ്. നമ്മിലുള്ള പാപ സ്വഭാവങ്ങളെ നീക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം അത് തരുന്നത്. അങ്ങനെ ശോധനകൾ നമുക്ക് തരാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ശോധനകൾ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ശോധനകൾ നീങ്ങിപ്പോവാൻ പ്രാർത്ഥിക്കരുത് എന്നും പറഞ്ഞു. എന്നാൽ നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇങ്ങനെയല്ലേ പറയുന്നത്? അല്ലയോ ദൈവമേ, പരീക്ഷയിൽ ഞങ്ങളെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ എന്നാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. അതെ. അപ്പം അതെങ്ങനെയാണ് നോക്കുന്നത്? മാത്രമല്ല, നമ്മളൊരു പണിഷ്മെൻറ്റിലേക്ക് ആയി പോകാതെ ഞങ്ങൾ സൂക്ഷിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഉദാഹരണമായിട്ട് ദേവദാസൻ പറഞ്ഞു, ഇപ്പോൾ ഒരു അതിര് മാന്താനായിട്ട് നമ്മുടെ അടുത്തൊരാൾ വന്നു, നമ്മുടെ അതിര് മാന്തുന്നു. ഈ അതിര് മാന്തുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ, കർത്താവേ അങ്ങനെയൊരു പരീക്ഷ, ദുഷ്ടൻ്റെ ഒരു പരീക്ഷ ഞങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ, അയാൾ അതിര് മാന്താൻ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ? ഉദാഹരണമായിട്ട് നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒത്തിരി പണിഷ്മെൻറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥിക്ക് ചില നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ആ സ്കൂളിലെ, എനിക്ക് അടി കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എനിക്ക് അടി കിട്ടാതെ ആ നിയമങ്ങളൊക്കെ അനുസരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ? അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. അതെ, ചോദ്യങ്ങൾ മനസ്സിലായി. അതിന് നല്ല ചോദ്യങ്ങളാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞപ്പോൾ കർത്താവെ പരീക്ഷകൾ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു പരീക്ഷകളും ഉണ്ടാകുന്നില്ല, ഒരു പ്രയാസങ്ങളും ഉണ്ടാകുന്നില്ല, എല്ലാം സന്തോഷമായിട്ട് കഴിയുന്നു എങ്കിൽ കർത്താവ് നിങ്ങളെ കൈവിട്ട അവസ്ഥയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഈ പുസ്തകം എടുത്തിട്ട് കയ്യിലെടുത്ത് ഇത് കർത്താവിൻ്റെ കരങ്ങളിരിക്കുകയാണ്. ഒരു പ്രതികൂലങ്ങളുമില്ലെങ്കിൽ ഞാൻ അവിടെ കസേരയിൽ വെച്ചിട്ട് പറഞ്ഞു, കർത്താവ് കൈവിട്ട അവസ്ഥയാണ്. ഞാനത് പറയാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ട്. അത് വെളിപ്പെടണമെങ്കിൽ സംഭവങ്ങളിൽ കൂടെ വെളിപ്പെടും. അതിന് കർത്താവെ എനിക്ക് പരിശോധന തരണമേ എന്ന് പറയണ്ട. നമ്മളെ പണിയുവാനായി ഒരാൾ ഇറങ്ങി വന്നിട്ടുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ആ പരിശുദ്ധാത്മാവാകുന്ന ദൈവം തക്ക സമയത്ത് അവിടെ ഇവിടെ പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുമ്പോൾ നാം കർത്താവെ എനിക്ക് പരിശോധന അയച്ചു തരണമേ, എനിക്ക് രോഗങ്ങൾ അയച്ചു തരണമേ എന്ന് ഒരിക്കലും പ്രാർത്ഥിപ്പാൻ ദൈവം അനുവദിക്കുന്നില്ല. കാരണം അങ്ങനെ പ്രാർത്ഥിച്ച് ജയിപ്പാൻ നമ്മുടെ ബലമില്ല. നാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വളർന്നു വരുമ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങൾ നഴ്സറി പഠിക്കുമ്പോൾ അവരുടെ ടെസ്റ്റ് വേറെ, അത് കഴിഞ്ഞ് വേറെ ടെസ്റ്റ്. അതുപോലെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മളെ അവനെപ്പോലെ ആക്കുവാനായി, നമ്മളെ ഒരുക്കുവാനായി വന്നിരിക്കുന്ന നല്ല എലിയാസാറാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മളെ തൊടേണ്ടത്, ആരിൽ കൂടെയാണ് നമ്മളെ തൊട്ട് നമ്മുടെ അകത്തുള്ള സ്വഭാവം വെളിപ്പെടുത്തേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, കർത്താവെ എനിക്ക് അവിടെ നിൽപ്പാൻ കൃപ തരണമേ. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്നെ പരീക്ഷയിൽ കടത്താതെ നടത്തണമേ എന്ന് പറഞ്ഞപ്പോൾ, ആ പ്രാർത്ഥന നാം മുഴുവനും ശ്രദ്ധിച്ചു നോക്കിയാൽ നിന്റെ രാജ്യം വരേണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. വാസ്തവമായി പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ രാജ്യം വന്നു കഴിഞ്ഞു. നാം ഇപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആയിത്തീർന്നിരിക്കുകയാണ്. കർത്താവ് അതുകൊണ്ടാണ് കൊലോസ്യർ 1:13 വായിക്കുന്നത്, അവൻ്റെ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 14:17 വായിക്കുന്നത്, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിൽ തന്നെ. ഇപ്പോൾ നാം ദൈവരാജ്യത്തിൽ ആയിരിക്കുകയാണ്, ആത്മീക രാജ്യം. അതുകൂടാതെ അക്ഷരികമായി 1000 ആണ്ടത്തെ ദൈവത്തിൻ്റെ രാജ്യം വരാൻ പോകുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ യെരൂശലേമിൽ നിത്യമായി ദൈവത്തിൻ്റെ ഭരണം അവൻ്റെ കൂടെ നടക്കും. അപ്പോൾ നാം കഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല. ഇപ്പോൾ അയൽവക്കത്തുകാരൻ വന്ന് അതിര് മാന്തുകയാണ്, നമ്മൾ കർത്താവെ അതിരുകാരൻ വന്ന് മാന്തണമെന്നല്ല, നമ്മൾ അവനെ അനുവദിക്കണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പറയുന്നില്ലല്ലോ കർത്താവെ അവൻ വരുവാൻ ഇടയാകട്ടെ. എന്നാൽ അവൻ വരുമ്പോൾ, അതിര് മാന്തുകാരൻ വരുമ്പോൾ, കർത്താവെ എന്തുകൊണ്ടാണ് നീ എൻ്റെ അയൽവക്കത്തുകാരനെ അതിര് മാന്തുവാനായി അനുവദിച്ചത്? അതിലെൻ്റെ കുറവ് എന്താണ്? എന്നോട് ഈ വസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലുണ്ടോ?
അയൽവക്കത്തുകാരനെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള നിൻ്റെ കൽപ്പന ഞാൻ നിർവഹിക്കുന്നുണ്ടോ, അതിൻ്റെ ടെസ്റ്റാണോ എന്നിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾക്കതിൻ്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ശരിയായ മറുപടി നൽകും. ഞാൻ എൻ്റെ ഒരനുഭവം ഞാൻ പറയാം. പല അനുഭവങ്ങൾ വന്ന് ഒരനുഭവം, അതിരുമാന്തിൻ്റെ കാര്യത്തിൽ ഒരനുഭവം പറയാം. വടക്കേ ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ ഉദംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഗഡി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ആ സമയത്ത് ബൈബിൾ സ്കൂൾസിനും പാഴ്സനേജിനും വേണ്ടി ഒരു സ്ഥലം ആവശ്യമായിരുന്നു. ഞങ്ങൾക്ക് ചിന്തിച്ചു, അതിനുവേണ്ടി വില പറഞ്ഞു. തഹസീൽദാരെയും അതുപോലെ അവിടെയുള്ള ഈ വസ്തു അളക്കുന്ന അവരെല്ലാം കൂടെ കൊണ്ടുവന്ന് വസ്തു അളന്ന് എല്ലാം കൃത്യമായി വളർന്ന് അതിൻ്റെ പണമെല്ലാം കൊടുത്ത് എല്ലായിടത്തും കുറ്റിയെല്ലാം അടിച്ച് ശരിയാക്കിയതിൻ്റെ ശേഷം ആണ് തഹസീൽദാരും വന്നിരുന്നു. കാരണം ഞങ്ങൾ ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലുള്ളവർക്ക് ഇന്ത്യക്കാർക്ക് അവിടെ നിന്നൊന്നും വാങ്ങിക്കുവാൻ കഴിയുകയില്ല. കാരണം ആർട്ടിക്കിൾ 370 ഉള്ളതുകൊണ്ട്. എന്നാൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ സാങ്ഷൻ ഗവൺമെൻറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങളതിന് ചെയ്യുന്നത്. അപ്പോൾ തഹസീൽദാരും എല്ലാവരും വന്നിട്ടാണ് ആ കാര്യം ചെയ്യുന്നത്. വൈകിട്ടെല്ലാം ക്ലിയർ ആക്കിയിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഞാനും ഞങ്ങളുടെ വേലക്കാരെല്ലാം കൂടെ 10-12 പേര് കൂടെ അവിടെ എല്ലാം അതിനനുസരിച്ച് വാനം തോണ്ടി കോമ്പൗണ്ട് വാളിന് വേണ്ടി ചെന്നപ്പോൾ ഒരു ഭാഗത്ത് 2.5 അടി മാറ്റി കുറ്റിയിട്ടിരിക്കുകയാണ്. നേരത്തെ വൈകിട്ടിട്ടിരുന്ന 2.5 അടി കീപ്പോട്ടിറക്കി. അപ്പോൾ വേലക്കാർ പറഞ്ഞു, വൈകിട്ട് അവിടെ ആയിരുന്നു കുറ്റി അടിച്ചിരുന്നത്, ഇപ്പോൾ അത് ആ കുഴിച്ചതുകൊണ്ട് ഇപ്പം 2.5 അടി കീഴിട്ടു. അപ്പം അതിൻ്റെ മുകളിൽ ഒരു ഒരു വഴക്ക് ഉണ്ടാക്കുന്നവൻ, അവൻ്റെ വീട്ടിൽ കള്ളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. കള്ളും ഈ ചാരായമൊക്കെ ഉണ്ടാക്കുന്ന, കള്ളച്ചാരായമൊക്കെ നടത്തുന്ന ഒരാളുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, 2.5 അടി ഇങ്ങോട്ട് മാറ്റി. ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു 1 മൈൽ പോകാൻ പറഞ്ഞാൽ 2 മൈൽ പോകണം, അതുകൊണ്ട് 2.5 അടി എടുത്തു. 2.5 അടിയുടെ കുറച്ചുകൂടെ കീപ്പോട്ടിറക്കാൻ പറഞ്ഞു. 2.5 അടിയുടെ കൂപ്പിട്ടിറക്കി കുറ്റിയടിച്ചിട്ട് നേരെ കുറച്ചേറെ സ്ഥലമുണ്ട് വാനം തോണ്ടാൻ പറഞ്ഞു. അങ്ങനെ വാനം തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലുള്ളവൻ ഇറങ്ങി വന്നു. ഇതെന്താ ചെയ്യുന്നത്, നിങ്ങളുടെ അതിരിവിടെയാണ്, ഞാൻ രാത്രി 2.5 അടി എടുത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 2.5 അടി എന്തിനാണ്, എനിക്കിവിടെ ലാട്രിനും കുറച്ചതൊക്കെ വേണം, 2.5 അടി ഉണ്ടാക്കാൻ, അതുകൊണ്ട് 2.5 അടി. അയ്യോ, ഇത്ര അന്യായം ചെയ്യരുത്, എൻ്റെ മേൽ ഇത്ര വലിയ പാപം വരാനിടയാകരുത്. അദ്ദേഹം ഞങ്ങൾ അവിടുന്ന് ആ 2.5 അടി തന്നെ അയക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ കുറച്ച് പേരെ കമ്പിയൊക്കെ എടുത്ത് കള്ളു കുടിപ്പിച്ച് പാരയും വടിയുമായിട്ട് 10-12 പേരെ വീട്ടിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു ഞങ്ങളോട് വഴക്കുണ്ടാക്കാൻ. ഞങ്ങൾ അവരോട് എന്തിനാ ഇത് മാറ്റിയെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങളെ അടിക്കാനായിട്ട് വഴക്കുണ്ടാക്കാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്തു, കർത്താവിൻ്റെ വചനപ്രകാരം 2.5 അടി കൂടെ താഴെ ഇറക്കി. ഇന്നും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞു, സഹോദര, ഇവിടെ തന്നെ ഇരിക്കും, ഇത്രയും വസ്തു നിങ്ങളെടുത്തു, ഇപ്പം നിങ്ങൾ പോയാലും അത്രയും ഉണ്ട്. എന്നാൽ ആ ഒരു സംഭവത്തോടുകൂടി ആ വലിയ വഴക്കുകാരൻ, അവൻ പോലീസ് നമ്പർ 10 എന്നാണ് അവനെ പറയുന്നത്, പോലീസ് സ്റ്റേഷനിൽ എപ്പോഴും അവൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ വഴക്കുകാരനാണ്. പിന്നെ പോലീസുകാർ വരുന്ന ഉടനെ ആ വലിയ വഴക്ക്, എന്നേക്കാൾ കുറച്ചുകൂടെ ഒരു 2 വയസ്സുകൂടെ പ്രായമുള്ള ഒരാളാണ്. എന്നെ കണ്ടാൽ എപ്പോഴും എഴുന്നേറ്റ് നിന്ന് നമസ്തേ പറയും. അതുകൂടാതെ പോലീസുകാരും വന്ന് പറഞ്ഞു, പോലീസ് ഇൻസ്പെക്ടറും എല്ലാം കൂടെ വന്ന് പറഞ്ഞു, ഇവനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളല്ലാതെ ആരെ കൊണ്ട് നടക്കുകയില്ല. ഞാൻ പറഞ്ഞാൽ അതുപോലെ കേൾക്കും. ഇന്നെ അവിടെ വഴക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ട്? ആ 2.5 അടിയുടെ സ്ഥലം എൻ്റെ പോയതേ ഉള്ളൂ. 2.5 അടി 5 അടി സ്ഥലം കുറച്ച് നീളത്തിൽ പോയതേ ഉള്ളൂ. എന്നാൽ ആ സഹോദരൻ എന്നേക്കുമായി മുട്ടുകുത്തി. അപ്പോൾ എന്നിലുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ എനിക്ക് ലഭിച്ച ഒരു അവസരമായിരുന്നു അത്. കുറച്ച് നഷ്ടമുണ്ടായി, എന്നാൽ ആ നഷ്ടത്തെക്കാൾ കിട്ടിയത് വലിയ ലാഭമാണ്. അതുകൂടാതെ ജമ്മുവിൽ ഒരു സംഭവം കൂടെ പറയുന്നത്, ഇവിടെ വഴക്കുകളൊക്കെ ഉണ്ടാകും. ജമ്മുവിൽ ഞങ്ങളൊരു സ്ഥലം ഗവൺമെൻറ്റിൽ നിന്ന് ജമ്മു ബസ് സ്റ്റാൻഡിനടുത്തൊരു സ്ഥലം മേടിച്ചു. ഇപ്പോൾ അതിന് ഏകദേശം ഒരു 2 കോടി രൂപയോളം വിലയുള്ള വസ്തുവാണ്. അന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾ 10-25-30 വർഷത്തിന് മുൻപ് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിനടുത്ത് മേടിച്ചു. ബസ് സ്റ്റാൻഡിനടുത്ത് മേടിച്ച് ഒരു കർത്താവിൻ്റെ ദാസനോടെ ആക്കി. അങ്ങനെ ഇപ്പോൾ ആ സഹോദരൻ കുറച്ച് കൈവശമാക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കി. കുറച്ച് സ്ഥലം മുസ്ലിങ്ങൾക്ക് കൊടുത്തു, അവർ കൈവശമാക്കി. അപ്പം ഞങ്ങൾ അവിടെ ഒരു ഇഷ്ടിക കൊണ്ടൊരു ചെറിയ ടാങ്ക് ഉണ്ടാക്കി വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലർ വന്നിട്ട് മുസ്ലിമും അവർ വന്നിട്ട് ആ കുറച്ച് ഇഷ്ടികയൊക്കെ എടുത്തു മാറ്റി. ഞാൻ അവിടുത്തെയുള്ള എൻ്റെ വേല ചെയ്യിച്ചുകൊണ്ടിരുന്ന ശ്യാമലൂട്ടി എന്ന സഹോദരനോട് പറഞ്ഞു. വിവരം അറിഞ്ഞപ്പോൾ നമ്മുടെ എന്താണ് കുഴിക്കുന്ന ഉപകരണങ്ങളും കൊട്ടകളെല്ലാം എടുത്തുണിഞ്ഞ് പോന്നേക്കാൻ പറഞ്ഞു. യേശുവിൻ്റെ നാമം അവിടെ ദൂഷിക്കുവാനിടയാകരുത്. നാം അവരോട് വഴക്ക് പറയാൻ പോയാൽ കർത്താവിൻ്റെ ഉപദേശം അവിടെ നടക്കില്ല. ഇന്നും
ആ സ്ഥലം അവിടെ വെറുതെ കിടക്കണം. ആരാണ്ടൊക്കെ കൈവശമാക്കുക. ഞങ്ങൾ പറഞ്ഞ അവരെല്ലാം കൂടെ വന്ന് പറഞ്ഞാലും എന്തു ചെയ്യില്ല, ആ സ്ഥലം നമ്മൾക്ക് വേണ്ട. ഞങ്ങൾ വാടക വീട്ടിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാൻ ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങൾ സഹിച്ചേ മതിയാകുകയുള്ളൂ. അത് അങ്ങനെ നഷ്ടങ്ങൾ സഹിക്കുമ്പോൾ പിന്നെ നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി അവിടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി വെളിപ്പെടുവാൻ നാം ഇങ്ങനെ ചെയ്തേ മതിയാകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളതായ വസ്തുവിൻ്റെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ പേരിൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും കൂടെ കർത്താവിനെ പോലെ വെളിപ്പെടുവാൻ ഇടയാകേണ്ടതിന് നാം എന്ത് ചെയ്തേ മതിയാവുള്ളൂ? ഉപദ്രവങ്ങൾ സഹിച്ചേ മതിയാവുള്ളൂ.